രജിതൻ കണ്ടാണശ്ശേരി എഴുതിയ നോവൽ തരങ്ങഴിയുടെ പ്രകാശനം ഞായറാഴ്ച നടക്കും. കോവിലന്റെ വഴി പിൻപറ്റി എഴുത്തിന്റെ ലോകത്തേക്കെത്തിയ രജിതൻ മാസ്റ്ററുടെ ആദ്യ നോവലാണ് തരങ്ങഴി. 1942 മുതലുള്ള ഒരു ദേശത്തിന്റെ ചരിത്രത്തെയും ജീവിതങ്ങളെയും ഒരു സ്വതന്ത്ര നോവൽ രൂപത്തിൽ ആവിഷ്കരിക്കുന്ന രചനയാണ് പുസ്തകത്തിന്റേത്. മലയാളത്തിലെ ക്ലാസിക് നോവലായ തട്ടകത്തിന്റെ തുടർച്ചകളിലൂടെ കോവിലൻ വിഭാവനം ചെയ്ത തട്ടകം തരങ്ങഴി എന്ന നോവലിലൂടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. കാവിലിശ്ശേരി എന്ന ഗ്രാമവും വരുണൻ എന്ന എഴുത്തുകാരനും സമകാലീനരും കഥാപാത്രങ്ങളായി തരങ്ങഴിയിൽ പ്രത്യക്ഷപ്പെടുന്നു. കോവിലൻ എന്ന സാഹിത്യകാരന്റെ ജീവിതത്തിലേക്ക് നീളുന്ന അന്വേഷണം കൂടിയാണ് തരങ്ങഴി. കോവിലന്റെ തട്ടകം പോലെയുള്ള രചനകളിൽ സഹായിയായിരുന്നതിന്റെ അനുഭവങ്ങളാണ് രജിതനിലെ എഴുത്തുകാരനെ വാർത്തെടുത്തത്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് രജിതൻ മാസ്റ്റർ. കഴിഞ്ഞ 2-ാം തീയതി കോവിലന്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ പുസ്തകം സമർപ്പിച്ചാണ് ഗുരുവിനോടുള്ള ആദരമർപ്പിച്ചത്. കടുപ്പമേറിയ കോവിലന്റെ ഭാഷയിൽ പുസ്തകം എഴുതി തീർക്കുക എന്നത് സാധ്യമായില്ലെന്ന് രജിതൻ മാസ്റ്റർ പറഞ്ഞു. ഞാനായിട്ട് എഴുതി പൂർത്തിയാക്കാൻ പറ്റുന്ന എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. തട്ടകത്തിൻ്റെ പിന്നണിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത് എഴുതി പൂർത്തിയാക്കാൻ വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയിരുന്നു. കാരണം കോവിലിൻ്റെ ഭാഷ ഭയങ്കര അതിസുന്ദരമായ കടുപ്പമേറിയ ഭാഷയാണ്. അപ്പോൾ ആ ഭാഷയിൽ തുടർച്ച എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി അത് കോവിലിൻ്റെ ഭാഷയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല എന്നും നമ്മൾ നമ്മുടെ ഭാഷയിൽ തന്നെ എഴുതണമെന്നും ആ കഥകൾ പൂർത്തിയാക്കാതെ മാത്രമേ ഞാൻ പിന്നെ വിചാരിച്ചത്. അങ്ങനെ പൂർത്തിയാക്കാൻ പറ്റി. അത് സ്വതന്ത്രമായൊരു നോവൽ പോലെ ചെയ്യാൻ പറ്റിയുള്ള എൻ്റെ സന്തോഷം. ലിമിറ്റ് ചെയ്യപ്പെടുന്ന നോവലല്ല, അതൊരു ഇൻഡിപെൻഡൻറ്റ് നോവലാണ്. അതിൽ കോവിലിൻ്റെ ജീവിതം കടന്നു വരുന്നുണ്ട്, തട്ടകത്തിൻ്റെ 2-ാം ഭാഗമുള്ള കഥകൾ കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു സൃഷ്ടിയാണ് തരങ്ങഴി. കോവിലിന്റെ ഭാഷ അദ്ദേഹത്തിന് മാത്രം വഴങ്ങുന്നതാണെന്ന തിരിച്ചറിവിൽ സ്വന്തം ശൈലിയിലാണ് എഴുതിയത്. തട്ടകത്തിന്റെ 2-ാം ഭാഗത്ത് വരുന്ന കഥകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വതന്ത്രമായ നോവലാണ് തരങ്ങഴി. കേരളത്തിലെ ഗ്രാമങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങളുടെ നേർചിത്രമാണ് നോവലിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നും രജിതൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. 1942 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കണ്ടാണശ്ശേരി ഉണ്ടായിട്ടുള്ള ഇപ്പോൾ കണ്ടാണശ്ശേരി എന്ന് പറയുമ്പോൾ അതൊരു കാവിലിശ്ശേരി കേരളത്തിൻ്റെ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒരു ബിംബമൊക്കെ ആയിട്ട് പറയും. നമുക്ക് എല്ലാ നാടുകളിലും നടന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് ഒരു രൂപം കൂടിയാണ് കാവിലിശ്ശേരിയിൽ നമ്മൾ കാണുന്നത്. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ സംഘാടനത്തിൽ ഞായറാഴ്ച തൃശൂർ സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തുമായ അഷ്ടമൂർത്തി കോവിലന്റെ മകൾ അമിതയ്ക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിക്കും. കോവിലന്റെ ആദ്യ കഥാസമാഹാരത്തിന് അവതാരിക എഴുതിയ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കവി പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തും. ദിനുദാസ്, VK ദാസൻ, രശ്മി മൂത്തേടത്ത്, ഡോക്ടർ B കല, മനോജ് മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. DC ബുക്സാണ് രജിതൻ മാസ്റ്ററുടെ തരങ്ങഴി പുറത്തിറക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി.